ഭാര്യയ്ക്കും അമ്മയ്ക്കും വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങിയ സുധി രവീന്ദ്രന് തോർത്ത് വാങ്ങി കൊടുക്കുന്നതോടെ രവീന്ദ്രനാകെ സങ്കടമാകുന്നു. അതോടെ ചന്ദ്രമതിക്കടക്കം എല്ലാവർക്കും വിഷമമാകുന്നു. തുടർന്ന് ഇതെല്ലാം വാങ്ങാൻ എവിടെ നിന്നാണ് നിനക്ക് പണം കിട്ടിയതെന്ന് സച്ചി ചോദിക്കുമ്പോൾ അതൊന്നും നീ അറിയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് സുധിയും ശ്രുതിയും ചന്ദ്രമതിയും സച്ചിയോട് ദേഷ്യപ്പെടുന്നു. പിന്നീട് സുധി തോർത്ത് വാങ്ങി കൊടുത്തതോർത്തും സുധീനെയോർത്തും വിഷമിക്കുന്ന രവീന്ദ്രനെ സച്ചി ആശ്വസിപ്പിക്കുകയും ഞാൻ എൻ്റെ അച്ഛനെ സ്നേഹിക്കാൻ എന്നും ഒപ്പം ഉണ്ടാകുമെന്നും ഒരിക്കലും അച്ഛൻ കരയരുതെന്നും പറയുന്നു. തുടർന്ന് എന്നെ ചേർത്ത് പിടിക്കാൻ നീ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാമെന്ന് രവീന്ദ്രൻ പറയുന്നതോടെ സച്ചിയുടെ കണ്ണുകൾ നിറയുകയും സച്ചി രവീന്ദ്രൻ്റെ മടിയിൽ കിടന്ന് കരയുകയും ചെയ്യുന്നു. പിന്നീട് മുറിയിലെത്തുന്ന ശ്രുതി ഇതെല്ലാം വാങ്ങാൻ എവിടെ നിന്നാണ് പണം കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബാങ്കിൽ അപ്ലൈ ചെയ്ത ക്രെഡിറ്റ് കാർഡ് കിട്ടിയെന്നും അത് വെച്ചാണ് ഇതെല്ലാം വാങ്ങിയതെന്നും ശ്രുതി പറയുന്നു. തുടർന്ന് സച്ചി രേവതിക്ക് ഇതുവരെ നൂല് പോലുള്ള ഒരു സ്വർണ്ണമാല മാത്രമാണ് വാങ്ങിക്കൊടുത്തതെന്ന് പറഞ്ഞ് ശ്രുതി കളിയാക്കുന്നു. ശേഷം നീ എൻ്റെ ഭാഗ്യമാണെന്നും താമസിക്കാതെ ഞാനൊരു വലിയ ബിസിനസ്സുകാരനാവുമെന്നും ശ്രുതിയോട് പറയുന്നു. പിന്നീട് ശരത്തിൻ്റെ ബർത്ത്ഡേക്ക് രേവതിനെ വിളിക്കാനൊരുങ്ങുന്ന ലക്ഷ്മി അമ്മയോട് ചേച്ചീനെ മാത്രമേ വിളിക്കാവൂ എന്നും സച്ചിയേട്ടനെ വിളിക്കരുതെന്നും അദ്ദേഹം ഇവിടേക്ക് വന്നാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്നും ശരത്ത് പറയുന്നു. അതോടെ ലക്ഷ്മിയമ്മ ആകെ ധർമ്മസങ്കടത്തിലാകുന്നു. ഇതേസമയം ശരത്തിനെ വിഷ് ചെയ്യാനായി രേവതി ലക്ഷ്മിയമ്മയുടെ ഫോണിൽ വിളിക്കുമ്പോൾ ലക്ഷ്മിയമ്മ ബർത്ത്ഡേ ആഘോഷത്തിന് രേവതിനെ ക്ഷണിക്കുകയും സച്ചിനെ വിളിക്കരുതെന്ന് ശരത്ത് പറഞ്ഞ വിവരവും പറയുന്നു. തുടർന്ന് രേവതി ശരത്തിനോട് സംസാരിക്കുകയും സച്ചിയെ ക്ഷണിക്കാത്തതിന് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ശരത്ത് തൻ്റെ വാശിയിൽ ഉറച്ചു നിൽക്കുന്നതോടെ രേവതി ആകെ ധർമ്മസങ്കടത്തിലാവുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.